നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ കഥയില് മാധവ മേനോന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് SP ശ്രീനിവാസൻ തീരുമാനിക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വേണ്ടുന്ന ഏർപ്പാടുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് ഇന്ദ്രപ്രസ്ഥത്തിന്റെ അടുക്കളയിൽ കയറി മൊത്തം പരത് നോക്കുവാണ്. അപ്പോഴേക്കും രാജലക്ഷ്മി അങ്ങോട്ട് വന്നു. എന്താടാ നീ എന്താ ഇവിടെ നോക്കണേന്ന് ചോദിച്ചു. അല്ല അത് പിന്നമ്മ ഇവിടെ കഴിക്കാനൊന്നും ഇല്ലേന്ന് ചോദിച്ചു. കഴിക്കാനോ? കഴിക്കാൻ തന്നെയാണോ നീ നോക്കുന്ന ഇവിടെന്ന് ചോദിച്ചു. അതെന്താമ്മ അങ്ങനെ ചോദിച്ചേ? അല്ല ഇനി വല്ല എണ്ണക്കുപ്പിയോ മറ്റോ ആണെങ്കിൽ അതെ ഇവിടെ നോക്കിയിട്ട് കാര്യമില്ല, അത് അപ്പുറത്തായിരിക്കുന്നേ. അല്ല ഇനിയിപ്പം സോപ്പ് വെള്ളോ സോപ്പ് പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ എടുത്തു തരാം. അത് പുറത്ത് ആ വാഷിംഗ് ഏരിയയുടെ അവിടെ ഇരിക്കണേന്ന് പറഞ്ഞു. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെ പറയണോടാ നിന്നോട്? നീ ചെയ്ത ക്രൂരതയൊന്നും അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റുന്ന കാര്യമല്ല. എൻ്റെ അമ്മേ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം ഞാനൊരു ആഹാരം പോലും കഴിച്ചിട്ടില്ല. ആണോ? കഴിച്ചിട്ടില്ലല്ലേ? അതിനിപ്പം ഞാൻ എന്ത് ചെയ്യണോന്ന് ചോദിച്ചു. അമ്മ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണം. കഴിക്കാൻ നിനക്ക് ഞാൻ എടുത്തു തരണമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് രാജലക്ഷ്മി ദേഷ്യപ്പെടുകയാണ്. അപ്പോഴേക്കും പാറും വിശ്വം കൂടെ അങ്ങോട്ട് വന്നു. ആ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു, അമ്മ എനിക്ക് വിശക്കുന്നുണ്ട്, നീ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നീ ചെല്ലടാ. നിന്റെ ഭാര്യ വീട്ടിലേക്കല്ലേ, അവിടെ ആയിരുന്നല്ലോ ഇത്രയും കാലം നീ. പിന്നെ നിനക്ക് എടുത്തു തരേണ്ട കാര്യമൊന്നും എനിക്കില്ല. നിന്റെ കല്യാണം കഴിഞ്ഞ നിനക്ക് എടുത്തു തരേണ്ട ആള് നിന്റെ ഭാര്യ, അല്ലാതെ ഞാനല്ലാന്ന് പറഞ്ഞു. അമ്മേ മിണ്ടര്, നീ പറഞ്ഞത് കേട്ടല്ലോ. ഇവിടെ നിനക്ക് എടുത്തു തരാനൊന്നും പറ്റില്ല. എന്താ? എനിക്ക് ഒരു നേരത്തെ ആഹാരം പോലും ഇവിടെ ഇല്ലെന്ന് ചോദിച്ചു. ഒരു നേരത്തെ ആഹാരമോ? എടാ നിനക്ക് ഒരു നേരത്തെ ആഹാരം ഞാൻ എടുത്തു തരും. അതെടുത്ത് തന്നെ കഴിയുമ്പോൾ നീ എന്ത് ചെയ്യും? അതും കഴിച്ച് കുറ്റവും പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോവും, വീണ്ടും വരും. അമ്മേ എനിക്ക് ആഹാരം വേണമെന്ന് പറഞ്ഞ് പിന്നെ എന്നും ഇത് പതിവാകും. കുറ്റവും പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകാനല്ലേ, അതിനുള്ള ആളൊന്നും ഞാനില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, എവിടെ നിന്നാന്ന് വെച്ചാ പോയി കഴിക്കാൻ പറഞ്ഞു. എന്താമ്മേ എന്നെ ഇവിടുന്ന് പുകച്ചു പുറത്തി അടിക്കാനാണോ? അതേടാ പുകച്ചു പുറത്തി അടിക്കാൻ തന്നെയാ. പോയില്ലെങ്കിലേ എനിക്ക് പുകച്ചു പുറത്തി അടിക്കാൻ അറിയാന്ന് പറഞ്ഞു. അവൻ ആഹാരം കഴിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് രാജലക്ഷ്മി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോയി. വിശ്വം അങ്ങോട്ട് പോയി. ഇന്ദ്രൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതിരിക്കുകയാണ്. അപ്പോഴേക്കും പാറു ഒരു പ്ലേറ്റിനകത്ത് കുറച്ച് ആഹാരമൊക്കെ ആയിട്ട് വന്നു. കൊണ്ടുവന്നിട്ട് ഇന്ദ്രന്റെ മുന്നിലേക്ക് വെച്ചിട്ട് പറഞ്ഞു, എന്ത് കഴിക്കും ഇന്ദ്രേട്ടാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഇന്ദ്രൻ ഒരു നിമിഷം പാറുവിനെ എങ്ങനെ നോക്കുകയാണ്. അതെ വിശന്നിരിക്കേണ്ട കാര്യമില്ല, വിശന്നിരുന്നിട്ടുണ്ടെങ്കിൽ ആർക്കൊന്നും കിട്ടാനും പോകുന്നില്ല, കഴിക്കാൻ പറഞ്ഞ് ഞങ്ങൾ കൊടുത്തു. അപ്പോഴേക്കാണ് രാജലക്ഷ്മിയുടെ വിളി. പാറു നീ ഇതെന്താ ചെയ്യണമെന്ന് ചോദിച്ചു. അമ്മേ വിശന്നിരിക്കുന്ന ഒരാൾക്ക് ഒരിത്തിരി ആഹാരം കൊടുത്തെന്നോർത്തുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. ദേ പാറു, നീ പാമ്പിനാ പാല് കൊടുക്കണമെന്ന് ഓർമ്മ വേണം, അറിയാലോ. ഇവന് കൊടുത്തിട്ടുണ്ടെങ്കിലേ ഇതിന്റെ തിരിച്ചടി നിനക്ക് തന്നെ കിട്ടും, ഇവൻ തിരിഞ്ഞു കൊത്തൂന്ന് പറഞ്ഞു. അതും പറഞ്ഞ് രാജലക്ഷ്മി അങ്ങോട്ടേക്ക് പോയി. അപ്പോഴേക്കും പാറു പറഞ്ഞു, അതെ അമ്മ പറഞ്ഞൊന്നും ഏട്ടൻ കാര്യമായിട്ട് എടുക്കണ്ട, കഴിച്ചോളാൻ പറഞ്ഞു. അതും പറഞ്ഞിട്ട് പാറു അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇന്ദ്രന് ഭയങ്കര വിഷമമായി. ഇന്ദ്രന്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. ഇന്ദ്രൻ അങ്ങനെ ആദ്യമായിട്ട് കരഞ്ഞുകൊണ്ടിരുന്ന ആഹാരം കഴിക്കുവാണ്. വിശപ്പിന് ഇത്രമാത്രം വിലയുണ്ടെന്നുള്ള കാര്യം ഇന്ദ്രൻ അപ്പോഴാണ് മനസ്സിലാകുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? കാരണം അവന്റെ കയ്യിലിരിപ്പം കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നുള്ള കാര്യം രാജലക്ഷ്മിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് രാജലക്ഷ്മി ആഹാരമൊന്നും കൊടുക്കാതെ അവനെ ആട്ടി അകറ്റാൻ വേണ്ടി ശ്രമിച്ചത് തന്നെ. അതേ സമയത്ത് സേതുവും പല്ലവിയും ക്ഷേത്രത്തിലേക്ക് വന്നു. മയൂരി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയം മയൂരി പറഞ്ഞു, എന്താ ഇത്രയും താമസ? നിങ്ങൾ വരാൻ വൈകിയതുകൊണ്ട് ഞാൻ ക്ഷേത്രത്തിൽ കയറി പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു. അല്ല നടയടച്ചല്ലോ എന്ന് പറഞ്ഞു. അതെ നടയടച്ചു, നിങ്ങൾ വരാൻ വൈകുന്നോണ്ടാ ഞാൻ അകത്ത് കയറി പ്രാർത്ഥിച്ചിട്ട് ഇവിടെ കാത്തു നിന്നേന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിക്കണ സമയത്ത് സേതു ചോദിച്ചു, അല്ല നിനക്ക് സുഖമാണോ മോളെന്ന് ചോദിച്ചു. എനിക്ക് സുഖമാ, എനിക്ക് ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞങ്ങളുടെ കുടുംബം പഴയതുപോലെ തന്നെ ആവണമെന്ന്, ആ സന്തോഷം സമാധാനം ഒക്കെ വീട്ടിലുണ്ടാവണമെന്ന്. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ലക്ഷ്മി അമ്മ വീട്ടിലേക്ക് വരണ്ടേന്ന് ചോദിച്ചു. വരണം, പക്ഷേ ലക്ഷ്മി അമ്മ അങ്ങോട്ടേക്ക് വിളിക്കാതെ ലക്ഷ്മി അമ്മ വരുമെന്ന് തോന്നില്ല. ഒരു കാര്യം ചെയ്യുക, നീ പോയി നിന്റെ അച്ഛനോട് പറ, ലക്ഷ്മി അമ്മയെ വിളിക്കാൻ പറ. ഞാൻ പറയില്ല പപ്പയോട്, ഞാൻ അതിനെക്കുറിച്ച് പറയില്ല, ഞാൻ പറഞ്ഞാലൊന്നും പപ്പ അനുസരിക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം പല്ലവി പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം നിന്റെ ആഗ്രഹം നടക്കണ്ടേ മോളെ? സേതു ചോദിച്ചു, അപ്പം നിനക്ക് അമ്മ അങ്ങോട്ടേക്ക് വരണം എന്ന് ആഗ്രഹമില്ലേ? അമ്മയോടൊപ്പം ജീവിതം നീ ആഗ്രഹിക്കുന്നില്ലേന്ന് ചോദിച്ചു. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് സേതുവേട്ടാ, പക്ഷെ ഞാൻ ആഗ്രഹിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ, പപ്പായി കൂടെ തോന്നണ്ടേ അമ്മയെ വിളിക്കാനായിട്ട്, ഞാൻ പറഞ്ഞുകൊണ്ടൊന്നും ആയില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പല്ലവി പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം, സാറിനോട് ഞങ്ങൾ സംസാരിക്കാന്ന് പറഞ്ഞു. നിങ്ങളൊക്കെ വന്നാലും പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല, പപ്പ സമ്മതിക്കില്ല. സേതു പറഞ്ഞു, ഇപ്പൊ ഞങ്ങൾ ശത്രുക്കളൊന്നും അല്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ വന്ന് സംസാരിക്കാം, എന്താ സാറിന്റെ തീരുമാനം എന്ന് അറിയണമല്ലോ. മോള് കയറാൻ പറഞ്ഞിട്ട് അങ്ങനെ സേതുവും പല്ലവി മയൂരിയും കൊണ്ട് മേലെടുത്ത് വീട്ടിലേക്ക് പോകുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ രാജലക്ഷ്മി നേരെ പൊന്നുമടത്തിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ചു ശ്രീഹരി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. രാജലക്ഷ്മിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു അന്താളിപ്പോടുകൂടി അവരിങ്ങനെ നോക്കി നിൽക്കണം. ആ സമയം രാജലക്ഷ്മി ചിരിച്ചു കാണിച്ചു. പക്ഷെ
തിരിച്ച് ചിരിച്ചു കാണിക്കാനൊന്നും അവർ പോയില്ല. ആ സമയം രാജേഷ് പറഞ്ഞു, ഇതെന്താ കുട്ടികളെ അന്തം വിട്ടെന്നെ നോക്കുന്നേ, നമ്മൾ ഒരാളെ ചിരിച്ചു കാണിച്ച തിരിച്ച് ചിരിച്ചു കാണിക്കണ്ടേ, ഒരു മര്യാദയൊക്കെ ഇല്ലെന്ന് ചോദിച്ചു. അതെ, വെറുതെ ഉള്ള ആളല്ല വന്നിരിക്കുന്നേ, ഇന്ദ്രപ്രസ്ഥത്തിലെ രാജലക്ഷ്മി അല്ലേ വന്നിരിക്കുന്നേ. അതെന്താ, എനിക്കെന്താ വല്ല ബാലും കൊമ്പും ഉണ്ടോന്ന് ചോദിച്ചു. അപ്പോഴേക്ക് ശ്രീഹരി പറഞ്ഞു, ഉണ്ടായിരുന്നു, ഇപ്പോഴല്ല മുമ്പുണ്ടായിരുന്നു പറഞ്ഞു. ഹോ, അതിനെക്കുറിച്ചൊക്കെ ഇപ്പൊ പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും അവിടെ പൂർണിമ അങ്ങോട്ട് ഇറങ്ങി വരുന്നേ. പൂർണിമ എന്നിട്ട് ചോദിച്ചു, ആഹാ, ഇതാരും രാജലക്ഷ്മിയോ, എന്തോ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ. അല്ല, എനിക്ക് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് മുന്നറിയിപ്പ് വല്ലതും വേണോ? ഞാൻ ഈ കുടുംബത്തിലെ ബന്ധു കൂടിയല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും അച്ചു പറഞ്ഞു, ബന്ധു, ഇന്ധനം വഴിയുള്ള ബന്ധമല്ലേ, അത് ഞങ്ങളും കൂടെ മുറിച്ചെന്ന് പറയണം. മുറിച്ചെന്നോ? അപ്പോഴേക്കും പൂർണിമ ചോദിച്ചു, അല്ല, കഥകളൊന്നും രാജലക്ഷ്മി അറിഞ്ഞില്ലായിരുന്നു എന്ന് ചോദിച്ചു. എന്ത് കഥകള്? അല്ല, അപ്പം ഇന്ദ്രൻ അവിടെ വന്ന് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഇന്ദ്രൻ അവിടെ ഉണ്ടല്ലേ എന്ന് അച്ചു പറഞ്ഞു. അതെ, അവനവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. അപ്പോഴേക്കും പൂർണ്ണിമ പറഞ്ഞു, ഇവിടെ കുറച്ച് അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു. അത് പിന്നെ ചട്ടിയും കലമാകുമ്പോ തട്ടിയും മുട്ടി ഇരിക്കുമല്ലോ എന്ന് രാജലക്ഷ്മിയും പറയണ. അത് കേട്ടതും ശ്രീഹരി പറഞ്ഞു, അതെ, തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും, പക്ഷേങ്കിലേ ഇവിടെ ഒരു ചട്ടി അങ്ങോട്ട് പൊട്ടിയ ചട്ടി ഏതെന്നറിയാവോ? ഇന്ദ്രനാന്ന് പറയണേ. ഇന്ദ്രനോ? അപ്പോഴേക്കും പൂർണ്ണിമ പറഞ്ഞു, രാജലക്ഷ്മി അകത്തേക്ക് കയറി വാ, കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു. രാജലക്ഷ്മിക്ക് കാര്യം എന്താന്ന് അറിയത്തുണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ രാജലക്ഷ്മിയും കൂട്ടി അവരകത്തേക്ക് കയറിപ്പോയി. അതേ സമയത്ത് മൂർത്തിയെ ലക്ഷ്മിയമ്മയെ പോയി കാണുവാണ്. അങ്ങനെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് മൂർത്തി ലക്ഷ്മിയമ്മയോട് പറഞ്ഞു, കുറ്റബോധം ഉണ്ടല്ലേന്ന് ചോദിച്ചു. കുറ്റബോധം ഉണ്ടോന്നോ? ഞാൻ എൻ്റെ മോനെ അത്രമാത്രം ദ്രോഹിച്ചു, അതിനുള്ള ശിക്ഷ എനിക്കിപ്പോഴും കിട്ടിയിട്ടില്ല എന്ന് പറയണം. അല്ല, പൊന്നുമടത്തില് അവർ പ്രശ്നം വല്ലതും ഉണ്ടാക്കുന്നുണ്ടോന്ന് ചോദിച്ചു. അവരൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല, പക്ഷെ ഇപ്പം ഞാൻ എന്നെ സ്വയം ശിക്ഷിക്കുക. ഞാൻ ആ മുറിയിൽ തന്നെ, ഒരു മുറിയിൽ തന്നെ ഒതുങ്ങിക്കൂടി കഴിയുക. കാരണം മറ്റുള്ളവരെ ഫേസ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നില്ല, എനിക്കുള്ള ശിക്ഷ ഞാൻ തന്നെ കൊടുക്കുക പറഞ്ഞു. അല്ല, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല മൂർത്തി. ഇപ്പോഴും ഞാൻ വിഷമിപ്പിക്കുവാണ് സേതുവിനെ. കാരണം ഞാൻ കാരണമാണ് അവൻ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഞാൻ അവിടെ നിൽക്കുന്നിടത്തോളം അവന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. എത്രയോ വട്ടം ഞാൻ അവനെ കുറ്റപ്പെടുത്തി, അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, അവൻ്റെ കർണത്തടിച്ചു. അതിനൊക്കെ എനിക്ക് ശിക്ഷ കിട്ടിയാൽ മതിയാവുള്ളൂ. ഏത് നരകത്തിലേക്ക് പോകാനും തയ്യാറായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഞാൻ ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിയേ മതിയാവുള്ളൂ. മൂർത്തി പറഞ്ഞു, ഇനിയിപ്പോൾ അതേക്കുറിച്ചൊന്നും ഓർത്ത് ലക്ഷ്മി മാഡം വിഷമിക്കണ്ടെന്ന് പറയണം. വിഷമിക്കേണ്ടെന്ന് ആഗ്രഹമുണ്ട് മൂർത്തി, പക്ഷെ അതൊന്നും സാധിക്കുന്നില്ല എന്നൊക്കെ ലക്ഷ്മിമ്മ തൻ്റെ മനസ്സ് മൂർത്തിയുടെ മുന്നിൽ തുറക്കുവാണ്. അതേ സമയത്ത് രാജലക്ഷ്മി പൂർണ്ണിമയോട് ചോദിച്ചു, എന്താ പൂർണ്ണിമ എവിടെ? പ്രശ്നങ്ങളൊക്കെ എല്ലാ കുടുംബത്തിലുള്ളതല്ലേ, നമ്മൾ കാരണവന്മാർ വേണ്ടേ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കുട്ടികളെ ഒന്നാക്കി കൊണ്ടുപോകാനെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ പൂർണ്ണിമ പറഞ്ഞു, നിസ്സാര കാര്യമൊന്നുമല്ല അവൻ ചെയ്തു വെച്ചിരിക്കുന്നത്. അച്ചു പറഞ്ഞു, അങ്ങനെ എന്താണെങ്കിലും ഇന്ദ്രിയത്തിന് ഇനി ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരാൻ ഞങ്ങൾ ആരും ഒരുക്കമല്ല എന്ന് പറയണം. അയാൾ ചെയ്തു വെച്ച കാര്യങ്ങൾ അത്ര വലുതാന്ന് പറഞ്ഞു. അപ്പോഴേക്കും പൂർണ്ണിമ പറഞ്ഞു, എന്താണെന്നറിയോ ഇന്ദ്രൻ ചെയ്തേ? ഈ കുടുംബം തകർത്ത് കളഞ്ഞു, ഞങ്ങളെയൊക്കെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. പിന്നെ ദൈവഭാഗ്യം കൊണ്ട് മാത്രം ഞങ്ങൾക്ക് ഇങ്ങോട്ട് തിരികെ കയറി വരാൻ പറ്റിയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജലക്ഷ്മി പറഞ്ഞു, അതൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്താണെങ്കിലും കഴിഞ്ഞു, ഇപ്പം എല്ലാം ഓക്കെ ആയല്ലോ, ശരിയായല്ലോ. ഇനി ഇപ്പം ഇന്ദ്രനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് എന്താ പ്രശ്നം ഇരിക്കുന്നത്? അപ്പോഴേക്കും അച്ചു പറഞ്ഞു, നിങ്ങൾക്ക് അവനെ സഹിക്കാൻ പറ്റുന്നില്ലല്ലേ അവിടെ? സ്വന്തം പെറ്റമ്മയ്ക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല, പിന്നെയാണോ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നത്? എന്താണെങ്കിലും അവനെ പോലുള്ള ഒരുത്തിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പൂർണ്ണിമ പറഞ്ഞു, രാജലക്ഷ്മി, ഇവർ പറഞ്ഞാൽ ശരി, ഇന്ദ്രന് ഒരു കാരണവശാലും ഇനി ഈ വീട്ടിലേക്ക് വരാൻ പാടില്ല. ഞങ്ങളും അത്ര കണ്ടും മടുത്തു. ഞാൻ ഒരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഋതുവിന്റെ ഇഷ്ടപ്രകാരം ഇന്ദ്രന് ഋതുവായിട്ടുള്ള വിവാഹം നടത്തി. അതിന്റെ പേരിൽ ഇത്രമാത്രം ഞങ്ങൾ അനുഭവിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജലക്ഷ്മി പറഞ്ഞു, അല്ല, അതിന് കൂടുതലൊന്നും പറയണ്ട. ഈ കുടുംബത്താർത്തന് അവന് കൂലി കൊടുത്ത് അവനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേന്ന് പറയണം. ഓഹോ, അപ്പൊ എല്ലാരും കൂടെ കൂടിയിട്ട് അവനെ തല്ലി ചതയ്ക്കുകയോ ചെയ്തല്ലേന്ന് ചോദിച്ചു. അതെ, ഇനി വേണ്ടി വന്ന ഇനിയും തല്ലൂന്ന് അച്ചു പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പം രാജലക്ഷ്മി പറഞ്ഞു, അല്ല, ഋതുവിനെ വിളിക്കുക, എനിക്ക് ഋതുവിനോടാ സംസാരിക്കണ്ടേ. ഒന്നുമല്ലേലും ഋതുവിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടല്ലോ, ഇന്ദ്രന്റെ കുഞ്ഞുണ്ടല്ലോ, അവർ ഒരുമിച്ച് ജീവിക്കേണ്ടതല്ലേ? ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം ചേരുമ്പോഴല്ലേ കുടുംബം ആവുന്നേ? അല്ലെങ്കിൽ ഭാര്യ ഒരിടത്ത് ഭർത്താവ് ഒരിടത്ത് അങ്ങനെ താമസിച്ചാൽ എങ്ങനെ കുടുംബം ആവുന്നേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ അച്ചു പറഞ്ഞു, ഋതുവിന് ഇതേ അഭിപ്രായം തന്നെയാ. അത് നീയാണോ തീരുമാനിക്കുന്നേ? നീ നിന്റെ ഭർത്താവിനോടൊപ്പം അല്ലേ ജീവിക്കുന്നേ? നിങ്ങൾ എല്ലാവരും കൂടെ പറഞ്ഞ് അവളുടെ മനസ്സ് മാറ്റിയതായിരിക്കും. അവൾക്ക് അവളുടെ ഭർത്താവിനോടൊപ്പം ജീവിക്കണം എന്ന് ആഗ്രഹം കാണും. അവൾ തന്നെ പറയട്ടെ, എനിക്ക് അവളോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. നീ പോയി അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. ശരി, ആയിക്കോട്ടെ, ഞാൻ വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഋതുവിൻ്റെ അടുത്തേക്ക് അച്ചു പോവുകയാണ്. ആ സമയത്ത് വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു സേതുവും പല്ലവിയൊക്കെ. മേലെടുത്ത് വീണ്ടും മുറ്റത്തേക്ക് ചെല്ലുന്നേ. എങ്ങനെയെങ്കിലും
വേണുഗോപാൽ സാറിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. മുറ്റത്തെത്തി കഴിഞ്ഞപ്പോൾ മയൂരി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞുകൊണ്ടൊന്നും ആയില്ലെന്ന് എനിക്ക് തോന്നേ. പപ്പ ഒരിക്കലും സമ്മതിക്കില്ല. പപ്പയുടെ സ്വഭാവം അറിയാലോ. അത് കേട്ടപ്പോൾ സേതു പറഞ്ഞു, ധൈര്യമായിട്ടിരിക്കുക. എന്താണെങ്കിലും ഞങ്ങളൊന്ന് സംസാരിച്ച് നോക്കാം. ഞങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ വേണു സാർ കേൾക്കുന്നു തന്നെ ഞങ്ങൾക്ക് തോന്നിയെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മയൂരി സംസാരിച്ചു. പക്ഷെ ഒരു കാരണവശാലും ഞാൻ എന്താണല്ലോ ഇതിനകത്ത് ഇടപെടില്ല. കാരണം എനിക്ക് പപ്പായും അമ്മയും ഒരേപോലെ പ്രധാനപ്പെട്ട ഒരാളെ എനിക്ക് മാറ്റിയെടുത്താൻ പറ്റില്ല. ഒരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരാളെ ചേർത്ത് നിർത്താനും പറ്റില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഋതുവിൻ്റെ അടുത്തേക്ക് അച്ചു വന്നു. അച്ചു എന്നിട്ടൊരു നിന്നെ കാണാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നെ കാണാനോ? ആരാ അത്? ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് ആരെങ്കിലും ആണോ എന്ന് ചോദിച്ചു. അവിടെ നിന്നൊന്നുമല്ല. പിന്നെ ആരാന്ന് ചോദിച്ചു. അത് എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. നീ കാര്യം പറച്ചു. ആരാന്ന് ചോദിച്ചു. ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നാന്ന് പറയണം. ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നോ? അതെ, ഇന്ദ്രന്റെ അമ്മയാന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ഋതുവിന് കട്ടക്കരിപ്പായി. അത് രൂക്ഷമായിട്ട് അച്ഛനെ നോക്കണം, ഇഷ്ടപ്പെടാത്ത മട്ടില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.